ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിലെ കായലുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലാകെ 34 കായലുകളാണുള്ളത്. അതിൽ 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളും 27 എണ്ണം കടലുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. കായലുകളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലിനെ കുറിച്ചാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്, ഏറ്റവും വലിയ തണ്ണീർത്തടം എന്നൊക്കെ അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. അത് 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇങ്ങനെ 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. അത് എറണാകുളത്ത് അറിയപ്പെടുന്നത് വീരൻപുഴ കൊച്ചിക്കായലെന്നും, അതുപോലെ നമ്മുടെ ആലപ്പുഴയിൽ പുന്നമട കായലെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അല്ലേ. നെഹ്റു ട്രോഫി വള്ളംകളി സ്റ്റാർട്ട് ചെയ്ത വർഷം 1952 പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് ആദ്യകാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് നെഹ്റു ട്രോഫി ആയത് 1969 ഓർക്കുക. അതുപോലെ ഈ വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് കടമക്കുടി, വല്ലാർപാടം, വെല്ലിംഗ്ടൺ, പാതിരാമണൽ തുടങ്ങിയ ദ്വീപുകളൊക്കെ. പാതിരാമണൽ പ്രകൃതിദത്ത ദ്വീപും വല്ലാർപാടം എന്ന് പറയുന്ന മനുഷ്യനിർമ്മിത ദ്വീപും വൈപ്പിൻ ദ്വീപ് എന്ന് പറയുന്ന ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപുമാണ്. പിന്നെ ഈ വേമ്പനാട് കായലിൽ പതിക്കുന്ന ചില നദികളുണ്ട്. അത് പെരിയാറ്, അതുപോലെ പമ്പ, മീനച്ചിലാറ്, മണിമലയാറ്, മൂവാറ്റുപുഴയാറ്, ഇത്രയും നദികളാണ് വേമ്പനാട് കായലിൽ പതിക്കുന്നത്. ഈ വേമ്പനാട് കായൽ അറബിക്കടലുമായിട്ട് ചേരുന്നത് കൊച്ചിയിൽ വെച്ചാന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനിയും കുറച്ചും കൂടി ഉണ്ട്, നമുക്കതെല്ലാം കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.